വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ആനുവൽ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് തന്നെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റുകളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹിറ്റ് ഇൻ എവറിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഹീറ്റ് ട്രാൻസ്മിഷൻ, അല്ലെ, താപപ്രേഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഹീറ്റ്, നമ്മുടെ താപം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്, പ്രവഹിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ അഥവാ താപപ്രേഷണം എന്ന് വിളിക്കുന്നത്. അത് തന്നെ പ്രധാനമായിട്ടും എന്താണ്, 3 തരത്തിലുണ്ട്, അല്ലെ. സോളിഡിലായിക്കോട്ടെ, ലിക്വിഡിലും ഗ്യാസിലും ആയിക്കോട്ടെ, വ്യത്യസ്ത രീതിയിലുള്ള താപപ്രേഷണ രീതികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സോ ആദ്യം നമ്മൾ നോക്കുന്നത് സോളിഡ്സിന്റെ കേസാണ്. ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിൽ എങ്ങനെയാണ് താപം പ്രവഹിക്കപ്പെടുന്നത്. ഇവിടെ ഇതാ നിങ്ങൾ നോക്കിയ ഒരു ആക്സോ ബ്ലേഡ് നമ്മൾ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു മൊട്ട് സൂചികളൊക്കെ വാക്സ് ഉപയോഗിച്ച് നമ്മൾ ഇതാ ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇവിടുന്ന് ഇതാ ഹീറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം കുറച്ച് സമയം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും, ഓരോ മൊട്ടുസൂചിയായിട്ട് താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും, അല്ലെ. ഫൈനലി എന്ത് ചെയ്യും, അതിന്റെ അവസാനത്തെ മൊട്ടുസൂചി വരെ താഴേക്ക് പോവും. ആൻഡ് നമ്മുടെ കയ്യിലേക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്, ആ ഒരു ഹീറ്റ്, അല്ലെ, ആ ഒരു താപം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ സോളിഡ്സിന്റെ കേസിൽ ഈ പറയുന്ന നമ്മുടെ ഖരാവസ്ഥയിലുള്ള വസ്തുക്കളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്, അല്ലെ. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് സോളിഡ്സിന്റെ കേസിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹീറ്റ്, ഈ ഒരു താപം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾ എന്ത് ചെയ്യും, അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിലേക്ക് ഈ കിട്ടിയിട്ടുള്ള ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത ആളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും. അതായത് നമുക്കൊരു ബോൾ കിട്ടി, ആ ബോൾ നമ്മൾ നിന്നിടത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ആളിലേക്ക് കൊടുക്കുന്നു, അയാൾ അത് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നു, അല്ലെ. ആ രീതിയിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളിലേക്ക് വരെ നമുക്ക് ആ ബോൾ പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ലേ. ഈ ഒരു രീതിയിൽ അതായത് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ദ ഹീറ്റ് ടു ദ നെയ്ബറിംഗ് മോളിക്യൂൾസ് വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, അല്ലെ. മൂവ്മെന്റ് ഒന്നുമില്ല, അതായത് എന്തില്ല, ഈ പറയുന്ന പൊസിഷനിലൊന്നും ഒരു ചേഞ്ചും വരുത്താതെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ത് ചെയ്യുന്നു, ഒരു മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ സ്ഥാനമാറ്റം ഇല്ലാതെ, ആക്ച്വൽ മൂവ്മെന്റ് ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഹിറ്റ് വാങ്ങുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അയാൾ അത് വാങ്ങുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു. ആ രീതിയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സോളിഡ്സിന്റെ കേസിൽ, ഖരാവസ്ഥയിലുള്ള വസ്തുക്കളെ കേസിൽ ഏത് രീതിയിലാണ് ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പറയണം, ആ താപപ്രേഷണ രീതി എന്ന് പറയുന്നത് ചാലനം അഥവാ കണ്ടക്ഷൻ ആണ്. അപ്പൊ ഒരെണ്ണം നമ്മൾ പഠിച്ചു, അല്ലെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ദ്രാവകങ്ങളിൽ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ദ്രാവകങ്ങളുടെ കേസിൽ ഇതാ നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഹീറ്റ് കിട്ടുന്നുണ്ട്, അല്ലെ. എന്നാൽ അത് അടുത്ത ആളിലേക്ക് കൈമാറുന്നതിന് പകരമായിട്ട് ഇത് എന്ത് ചെയ്യാണ്, ഇത് നേരെ മുകളിലേക്ക് പോവാണ്. ഈ ചൂട് കിട്ടിയിട്ടുള്ള ആളെ കണ്ടോ നിങ്ങൾ, അടുത്ത സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് അവരെവിടെ എത്തി, മുകളിലെത്തി, അല്ലെ. ഈ മുകളിലുള്ള ആളുകൾ വീണ്ടും എന്ത് ചെയ്തു, താഴേക്ക് വന്നു, അവർക്ക് ചൂട് കിട്ടുന്നു, അവര് മുകളിലേക്ക് വീഴുന്നു, അടുത്ത ആള് വരുന്നു, അവർക്ക് ചൂട് കിട്ടുന്നു, അവര് മുകളിലേക്ക് പോകുന്നു. അതായത് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, അല്ലെ. അതായത് അവരുടെ സ്ഥാനം മാറുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതാ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരാളിലേക്ക് ഒരു ബോൾ കിട്ടുവാണ്, പക്ഷെ ആ ബോൾ തൊട്ടടുത്ത ആളിലേക്ക് പാസ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ബോളും കൊണ്ട് അപ്പുറത്തേക്ക്, അല്ലെ, അങ്ങേ സൈഡിലേക്ക് എന്ത് ചെയ്യാണ്, മാറി നിൽക്കാണ്. അടുത്ത ആള് വരുന്നു, വീണ്ടും ടീച്ചറുടെ അടുത്ത് നിന്ന് അടുത്ത ബോൾ വാങ്ങിക്കുന്നു, അടുത്ത സൈഡിൽ പോയി നിൽക്കുന്നു, അടുത്ത ആള് വരുന്നു, വീണ്ടും ബോൾ വാങ്ങിക്കുന്നു, അടുത്ത സൈഡിൽ പോയി നിൽക്കുന്നു. ഇതേപോലെ തന്നെ ഹീറ്റിന്റെ അവസ്ഥയും, ഹീറ്റ് വാങ്ങുന്നു, എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, ഹീറ്റ് കിട്ടുന്നു, മുകളിലേക്ക് പോകുന്നു, ഹീറ്റ് കിട്ടുന്നു, മുകളിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അതായത് നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നമ്മൾ അടുത്തൊരു മെത്തേഡ് പഠിക്കുകയാണ്, കൺവെക്ഷൻ അഥവാ എന്താണ്, സംവഹനം. ഇവിടുത്തെ പ്രത്യേകത തന്മാത്രകളുടെ സ്ഥാനമാറ്റം, അല്ലെ. കൺവെക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, സ്ഥാനം മാറുന്നു.
അവര് മൂവ് ചെയ്യുന്നു, അതുവഴിയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ താപപ്രേഷണം നടക്കുന്നത് അല്ലെ. അപ്പൊ ദ്രാവകങ്ങളുടെ കേസിൽ മാത്രമല്ല മക്കളെ, വാതകങ്ങളിലും നമുക്ക് പറയാനായിട്ട് പറ്റും കൺവെക്ഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, അവരുടെ സ്ഥാനം മാറുന്നു, അവരെന്ത് ചെയ്യുന്നു, അവര് ഇവരുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന താപപ്രേഷണ രീതി ചോദിച്ചു കഴിഞ്ഞാൽ അത് സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ് അല്ലെ, രണ്ടിലും എന്താണ്, ഇതുവഴിയാണ് ഈ പറയുന്ന ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ഫൈനൽ വൺ എന്ന് പറയുന്നത് നമുക്കറിയാം, സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. എന്നാൽ അതിന്റെ ഇടയിൽ ശൂന്യമായിട്ടുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. അതായത് ഈ പറയുന്ന മോളിക്യൂൾസ്, തന്മാത്രകൾ ഒന്നുമില്ലാത്ത, സോളിഡ് ഇല്ല, ലിക്വിഡ് ഇല്ല, ഗ്യാസ് ഇല്ലാത്ത ഒരുപാട് 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 ദൂരമുണ്ട്. അത് സഞ്ചരിച്ചുകൊണ്ടാണ് ഹീറ്റ് എത്തുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ മാധ്യമത്തിന്റെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ, ഒന്നും തന്നെ ഇല്ലാതെ ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതിനെ ഈ പറയുന്ന പോലെ മീഡിയേറ്റർ ഒന്നുമില്ല അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അങ്ങനെ ഇല്ലതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വികിരണം അഥവാ റേഡിയേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, സോളിഡ്സിന്റെ കേസിൽ, ഖരാവസ്ഥയിലുള്ളതിന്റെ കേസിൽ കണ്ടക്ഷൻ ആയിരുന്നു അല്ലെ, ചാലനമായിരുന്നു അവിടുത്തെ പ്രത്യേകത. അവിടെ മോളിക്യൂൾസ്, തന്മാത്രകളുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല അല്ലെ, അവരുടെ സ്ഥാനം മാറുന്നില്ല, പകരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അവർ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റിനെ. എന്നാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ലിക്വിഡ്സിലും ഗ്യാസിലും അല്ലെ, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും കൺവെക്ഷൻ വഴിയാണ് അഥവാ സംവഹനം വഴിയാണ്. അവിടുത്തെ പ്രത്യേകത, അവിടെയും തന്മാത്രകളുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, അവരെന്തും ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അവർ കിട്ടിയ ഹീറ്റും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ലാസ്റ്റ് വൺ റേഡിയേഷൻ അഥവാ വികിരണമായിരുന്നു. അപ്പൊ റേഡിയേഷൻ അഥവാ വികിരണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം ഇല്ല. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, നമ്മുടെ സൂര്യന്റെ താപം അല്ലെ, നമ്മുടെ സണ്ണിന്റെ ഹീറ്റ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നത് ഏത് വഴിയാണ്, റേഡിയേഷൻ, വികിരണം വഴിയാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, അത് എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താപപ്രശ്നം നടത്തുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.